ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ റെസിപ്പി ബനാന കേക്കാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ബനാന കേക്ക്. ഓവനോ മിക്സിയോ ഒന്നും ഇല്ലാതെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി 2 മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വിസ്ക് ഇല്ലാത്തവർ സ്പൂൺ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് 1/2 കപ്പ് ഓയിലും 1/2 കപ്പ് ഷുഗറും ഇട്ട് കൊടുക്കുക. ബനാനയുടെ മധുരം ഉണ്ടാവും, അത് നോക്കിയിട്ട് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പഴം ചെറുതാക്കി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇതിലോട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത പഴം നമുക്കൊരു അരിപ്പയിലോട്ട് മാറ്റാം. എന്നിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു പഴത്തിൻ്റെ ഉള്ളിൽ ഈ കറുപ്പ് കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരിപ്പയിലോട്ട് മൈദപ്പൊടി, 1 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ബാറ്റർ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം പഴം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. ഇനി കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. അടിയൊന്നും കരിയാതെ നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് ചൂടാവാൻ വയ്ക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമായാലും മതി. ഇനി ഇതിൻ്റെ ടൈം 40-45 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കേക്ക് റെഡിയാവും. ഇതാ നമ്മുടെ സ്പോഞ്ച് കേക്ക്, ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമ്മളൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ചൂടാറിയതിന് ശേഷം മാത്രം ഇത് പുറത്തോട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്കിതൊന്ന് ഇതുമേലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് കിട്ടില്ല.
നമ്മളിതിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള ബനാന കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.